നാഥനോടന്നാളിൽ നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാഥൻ വരും നാളിൽ, നാഥനോടന്നാളിൽ നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. രോഗവും ശോകവുമില്ലവിടെ, ആശ നിരാശയും ലേശമില്ല. നിത്യാനന്ദം തിരുപാദമെന്താനന്ദം, സത്യസനാതന നിത്യസുഖം. നിത്യാനന്ദം തിരുപാദമെന്താനന്ദം, സത്യസനാതന നിത്യസുഖം. നാഥൻ വരും നാളിൽ, നാഥനോടന്നാളിൽ നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. Praise the Lord. അനുദിനവചനം. Blessed are the pure in heart. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാം തിരുവചനം. Matthew's Gospel chapter 5 verse 8. Blessed are the pure in heart, for they shall see God. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ. ദൈവത്തിൻ്റെ മുൻപിൽ ആരാണ് ഭാഗ്യവാൻ? ദൈവത്തിൻ്റെ വചനം രാവുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ. പാപം ക്ഷമിക്കപ്പെട്ടവൻ ഭാഗ്യവാൻ. ദൈവം ഭാഗ്യവാനെന്ന് വിളിക്കുന്നത് ബാങ്കിൽ ധാരാളം സമ്പാദ്യമുള്ളവൻ, അല്ലെങ്കിൽ ലോകപരമായ ഒത്തിരി വസ്തുവകകളുള്ളവൻ, ധനാഢ്യൻ, അവരാരുമല്ല ഭാഗ്യവാൻ. സ്തോത്രം. വളരെ വ്യക്തമാണല്ലോ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഫസ്റ്റ് പ്രൈസ് ഫോർ ഗാഡ്, ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നവൻ എന്നാണ് അർത്ഥം. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ആർക്കും സ്ഥാനമില്ല. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവിടെ, പൂർണ്ണ ശക്തിയോടുകൂടിയുള്ള ബന്ധമാണ് ദൈവവുമായിട്ടുള്ള ബന്ധം. മനുഷ്യരായ നമ്മളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ഹൃദയമാണ്. ഹൃദയമില്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. സോ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നവൻ, അവന് മാത്രമേ ദൈവത്തെ കാണാനായിട്ട് കഴിയുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ വളരെ വ്യക്തമാണ് ദൈവം ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഭാഗ്യവാൻ എന്നുള്ളത്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് പറയുന്നത്, കർത്താവ് യേശുക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കാൻ. ഹൃദയത്തിൽ വെച്ച് പൂജിക്കുക എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലേസ് ഫോർ ജീസസ്, ഒന്നാം സ്ഥാനം യേശുക്രിസ്തുവിന്. സങ്കീർത്തനങ്ങൾ 24:4 പറയാണ്, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവൻ. ഇങ്ങനെയുള്ളവർ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്രകാരം ഒരു മനസ്സൊരുക്കുള്ളവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഈ തിരുവചന പ്രകാരം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുമ്പോൾ നമ്മൾ പലരും ദൈവസന്നിധിയിൽ നിന്ന് ഔട്ടാകും. സ്തോത്രം. എല്ലാവരും കർത്താവെ കർത്താവ് എന്ന് തന്നെ വിളിക്കുന്നേ. സ്തോത്രം. ഈ വിളിയിൽ ഒരു കുറവുമില്ല. പക്ഷെ അധരം കൊണ്ടാണ് മാത്രം. ഈ വിളിയെല്ലാം അധരം കൊണ്ട് മാത്രമാണ്.
ഹൃദയം കൊണ്ട് വിളിച്ചാൽ മാത്രമേ ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. അതിനെന്ത് ചെയ്യണമെന്ന് എബ്രായലേഖനം 12:14 പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 12:14. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. അപ്പോൾ ദൈവത്തിന്റെ മക്കൾ ഏത് മണ്ഡലത്തിലാണ് ഉത്സാഹികളായിരിക്കേണ്ടത്? അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അവരുടെ അധ്വാനം എന്തിലായിരിക്കണമെന്നാണ്. എന്തിനാണ്? എല്ലാവരോടും സമാധാനം ആചരിക്കണം. കുർബാന മധ്യേയും അപ്പനുറുക്കു ശുശ്രൂഷകളുടെ മധ്യയൊക്കെ ഈ സമാധാനം പങ്കുവയ്ക്കലിൻ്റെ ഒരു പാർട്ടുണ്ടല്ലോ. അതിങ്ങനെ ചെയ്ത് ശീലമുള്ളത് കൊണ്ട് കെട്ടിപ്പിടിച്ച അപ്പുറം ഇപ്പുറം കെട്ടിപ്പിടിച്ച് രണ്ട് ജീവിയും കടിച്ചെടുക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കർത്താവിൻ്റെ സമാധാനം, അങ്ങോട്ടും ഇങ്ങോട്ടും വലതും ഇടതും ഒക്കെ തിരിഞ്ഞ് കർത്താവിൻ്റെ സമാധാനം ഇങ്ങനെ ശരീരം കൊണ്ട് പങ്കുവയ്ക്കും. ഹൃദയം വളരെ വിദൂരത്താണ്. സ്തോത്രം. അതും പങ്കുവയ്ക്കുന്നത് മുഖത്ത് നോക്കിയല്ലേ, മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. അതേപോലുള്ള മാനസികാവസ്ഥയാണ്. എല്ലാവരോടും സമാധാനം ആചരിച്ച്. ശരിക്കും ഈ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലുള്ള ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ സഭകൾ തമ്മിൽ അടിച്ച് പിറിഞ്ചിരിക്കുന്നവർ ഒരുമിച്ച് വരത്തില്ലായിരുന്നു. അപ്പോൾ വരാൻ സാധിക്കാത്ത കാരണം എന്താ? അത് ഏത് സഭയായാലും ശരി, ഏത് കൂട്ടായ്മയായാലും ശരി, എല്ലാവരോടും സമാധാനം ആചരിക്കണം. ഇനി സഭകൾ തമ്മിൽ മാത്രമല്ല, കുടുംബങ്ങൾ തമ്മിൽ, കുടുംബത്തിലുള്ളവർ തമ്മിൽ. ഇന്ന് സമാധാനമില്ലാതെ എത്രയോ കുടുംബങ്ങളാണ് അടിച്ച് പിരിയണത്. സ്തോത്രം. കൂടുതലും ഡൈവോഴ്സ് വർദ്ധിക്കുന്നതിന്റെ കാരണം തന്നെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ. ഈ സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ? ഇന്നിപ്പോൾ അതൊക്കെ പോയി, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. ഇന്ന് തൂമ്പ കൊണ്ടെടുക്കേണ്ടത് JCB കൊണ്ടാണ് എടുക്കുന്നത്. അതേപോലുള്ള പ്രശ്നമായി. സമാധാനം എന്ന് പറയുന്നത് കുടുംബത്തിലില്ല, കൂട്ടായ്മയിലില്ല, വ്യക്തിബന്ധങ്ങളിലില്ല. എന്നിട്ടും കിടന്ന് ഹല്ലേലൂയ കർത്താവേ കർത്താവേ എന്നാ വിളിക്കുന്നത്. എന്റെ പൊന്നു സഹോദര സഹോദരി, നിന്റെ വിളി ദൈവസന്നിധിയിൽ എത്തില്ല. അതുകൊണ്ട് എബ്രായലേഖന ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. അപ്പോൾ ഉത്സാഹം എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ശുദ്ധീകരണം കൂടാതെ, ശ്രദ്ധിക്കുക, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എല്ലാവരും വെള്ളയും വെള്ളമൊക്കെ ധരിച്ച് മീശയൊക്കെ വടിച്ച് ഒരുങ്ങിയിരിക്കുകയാണല്ലേ. സ്തോത്രം. വിശുദ്ധിയും വേർപാടും ഒക്കെ വാക്കിൽ പറഞ്ഞ് എന്തിനാ? കർത്താവിന്റെ കൂടെ പോകില്ല. എത്ര കണ്ട് മസിൽ പിടിച്ചാലും കർത്താവ് കൊണ്ടുപോകത്തുമില്ല. എന്താ കാരണമെന്ന് വെച്ചാൽ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പൊ ശുദ്ധീകരണം സംഭവിക്കണമെങ്കിൽ അടുത്തിരിക്കുന്നതിനുമായിട്ട് സമാധാനം ആചരിക്കണം. വെറുതെ ശാലവും പറഞ്ഞാൽ പോരാ, അത് ഹൃദയത്തിൽ നിന്നായിരിക്കണം. അങ്ങനെ ഒരു സമാധാനം ആചരിക്കുമ്പോഴാണ് വർഷങ്ങളായി നിന്റെ ബന്ധുവീട്ടിൽ പോകാതിരുന്ന നിനക്ക് ആ ഭവനത്തിലേക്ക് കയറി ചെല്ലാൻ സാധിക്കില്ല. ഇത് വൺ വേ ട്രാഫിക് അല്ല. അവിടുന്ന് ഇങ്ങോട്ട് വരണം, ഭർത്താവിന്റെ വീട്ടിൽ നിന്നും വരണം, ഭാര്യയുടെ വീട്ടിൽ നിന്നും വരണം. സ്തോത്രം. പലപ്പോഴും ഇത് സംഭവിക്കാത്തതിന്റെ കാരണം എന്താണെന്നത്, ഹൃദയശുദ്ധി എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് സങ്കീർത്തനം 51:10, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. എല്ലാ ദിവസവും ഈ ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരണം. ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ഇപ്പോഴിരിക്കുന്ന ഹൃദയം നിർമ്മലമല്ലല്ലോ. അല്ലേ? നിർമ്മലമല്ല. നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാം, എൻ്റെ ഈ ഹൃദയം നിർമ്മലമല്ല കർത്താവേ. നീ അത് സൃഷ്ടിച്ച് തന്നത് നിർമ്മലമായ ഒരവസ്ഥയിലായിരുന്നു. ഞാൻ തന്നെയാണ് കർത്താവേ അതിനെ വൃത്തികേടാക്കിയത്, അശുദ്ധമാക്കിയത്. ആ തെറ്റേറ്റ് പറഞ്ഞാൽ അത് ഹൃദയശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവന് മാത്രമേ. ദാവീദിനെ കുറിച്ച്, ഹൃദയത്തിന്റെ അവസ്ഥയെക്കുറിച്ച് കർത്താവ് പറയുന്നത്, എൻ്റെ ഹൃദയം പോലൊരു ഹൃദയമുള്ളവൻ. സ്തോത്രം. ദാവീദ് പാപം ചെയ്തു അല്ലേ? ആ പാപം ദാവീദിനോട് ദൈവം ക്ഷമിച്ചു. പക്ഷെ ഇപ്പോഴും പറയുന്നത് എൻ്റെ ഹൃദയം പോലെ ഒരു ഹൃദയമുള്ളവൻ എന്നാണ് ദാവീദിനെ കുറിച്ച് പറയുന്നത്. ആ ദാവീദ് പാപം ചെയ്തപ്പോൾ പാടിയ പാട്ടാണത്. ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. എത്ര പേർക്ക് ഇതേപോലെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും? ആ ദാവീദിന്റെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയും ആയിരിക്കണം. അപ്രകാരം ഒരു ഹൃദയ നവീകരണം പ്രാപിച്ചവർക്ക് മാത്രമേ 1 യോഹന്നാൻ 3:2 പറയുന്നത് പോലെ നമുക്ക് ആ വചനം ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതേവരെ പ്രത്യക്ഷമായില്ല. അവിടുന്ന് കർത്താവായ യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ,
അവരാരെ കാണും? കർത്താവ് യേശു ക്രിസ്തുവിനെ കാണും. സ്തോത്രം. ഈ കഴിഞ്ഞിടക്ക് നെറ്റിൽ ഒരു സംവാദത്തിൽ ഒരു വ്യക്തി ചോദിക്കുന്നത് കണ്ട്, ബൈബിളിൽ എവിടെയെങ്കിലും ക്രിസ്തുവിനെ കാണുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? എൻ്റെ പൊന്നു സഹോദര, നിനക്ക് ആദ്യം നീ പോയി പഠിക്കും ബൈബിൾ എന്താണെന്ന്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, വെളിപ്പാട് മുതൽ ഉൽപ്പത്തി വരെ പറയുന്നത് ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. ഹല്ലേലൂയ. ഈ കർത്താവിനെ കാണണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിനെ കാണും എന്ന് എവിടെയെങ്കിലും എഴുതിച്ചിട്ടുണ്ടോന്ന് നീ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഉത്തരം വരണമെങ്കിൽ നിന്റെ ഹൃദയം ശുദ്ധമായിരിക്കണം. ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ കർത്താവിനെ കാണാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രം. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവനായിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, വെറുതെ വിശ്വാസ പ്രമാണം പറഞ്ഞാൽ പോരാ. വിശ്വാസ പ്രമാണമൊക്കെ പറയുന്നുണ്ട്, പലർക്കും വിശ്വാസമില്ല കർത്താവ് രണ്ടാമത് വരുമെന്നുള്ളൂ. അവനായിരിക്കുന്നത് പോലെ നാം അവനെ കാണുമെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ ഉറപ്പായിട്ട് പറയുന്നു. പക്ഷെ അത് കേൾക്കുന്ന പലർക്കും ഉറപ്പില്ല. കാരണം എന്താണെന്നറിയാം? നിന്റെ ഹൃദയം പ്യൂർ അല്ല, ശുദ്ധമല്ല. അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. ഈ ഒരു അറിവ് ആർക്കാവുള്ളതെന്നറിയാവോ? ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ പറയുകയാണ്, 4-ാം അധ്യായം 8-ാം വാക്യം, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. അപ്പൊ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ ഹൃദയ ശുദ്ധിയുള്ളവർക്ക് മാത്രമേ അവന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പലർക്കും, സ്തോത്രം, ചിലരുടെയൊക്കെ വിചാരം ഇങ്ങനെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന സഭയുടെ തലപ്പത്തിരിക്കുന്നവർക്കൊക്കെ കർത്താവിനോട് അടുത്തിയല്ല, ഇത്തിരി പൊളിക്കും. സ്തോത്രം. ഈ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവരിൽ പലരുമാണ് ദൈവമക്കളെ ദൈവസന്നിധിയിൽ നിന്ന് പിടിച്ചു വലിച്ച് പുറകോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനോട് കണക്ട് ചെയ്ത് ഒരു മാർത്തോമ കൺവെൻഷനിലെ ഒരു ബിഷപ്പ് പറഞ്ഞ ഒരു കഥ വളരെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അതായത് കേരളത്തിലെ എല്ലാ ബിഷപ്പ്മാരും കൂടി ഒരു പ്ലെയിനിൽ യാത്ര ചെയ്തു. ആ പ്ലെയിൻ ക്രാഷായി. യാത്ര ചെയ്ത എല്ലാ ബിഷപ്പ്മാരും ജസ്റ്റ് ആ ബിഷപ്പിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളു. അദ്ദേഹം പറയായിരുന്നു, ബിഷപ്പ്മാരെല്ലാം മരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, ആര് രക്ഷപ്പെട്ടു? അദ്ദേഹം തന്നെ ബിഷപ്പ് തന്നെ ഉത്തരം പറയുന്നുണ്ടോ? കേരളത്തിലെ സഭ രക്ഷപ്പെട്ടു. വളരെ ഭയങ്കരമായിട്ട് തമാശ പറയുന്ന ഒരു ബിഷപ്പായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞെന്ന് കരുതിയേ ബിഷപ്പ്മാരെ, പിതാക്കന്മാരെ എന്നോട് ഒന്നും തോന്നല്ലേ? അതെ, സ്തോത്രം. മുൻപന്തിയിൽ നിൽക്കുന്ന, സ്തോത്രം, ചില വ്യക്തികൾ മാറിയാൽ കർത്താവ് വെളിപ്പെടും. കർത്താവിനെ മറച്ചു പിടിച്ചുകൊണ്ട് പലരും വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് ജനത്തിന് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നില്ല, ക്രിസ്തു വെളിപ്പെടുന്നില്ല. കർത്താവ് വെളിപ്പെടണമെങ്കിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണം. ഇരുമനസ്സുള്ളവരെ ഹൃദയം ശുദ്ധീകരിപ്പേൻ. ഇപ്പോഴും ചിലർക്ക് ഇരുമനസ് മാത്രമല്ല, കുറെ അധികം മനസ്സുകളുള്ളവരുണ്ട്. ഇതെല്ലാം എന്നാണാവോ കഴുകിക്കളയാൻ പോകുന്നത്? സ്തോത്രം. ചില നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവരുടെ ദേഷ്യം കണ്ടിട്ടുണ്ടോ? അവരുടെ പ്രതികാര മനോഭാവം കണ്ടിട്ടുണ്ടോ? ഈ മുൻപിൽ നിന്ന് ഇത്രയും മസിൽ പിടിക്കുമ്പം പുറകിൽ നിൽക്കുന്ന ജനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല. ദൈവത്തെ കാണണമെങ്കിൽ ആദ്യം ആ ദൈവത്തെ നിന്റെ സഹോദരനിൽ കാണാൻ പരിശ്രമിക്കണം. നിന്റെ സഹോദരനിൽ ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നീ പിന്നെ എവിടെ ക്രിസ്തുവിനെ കാണും? ഏതെല്ലാം പള്ളിയുടെ അകത്ത് ക്രിസ്തുവാണെന്നും പറഞ്ഞ് സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ട് ആ സ്റ്റാച്ചു അല്ല ക്രിസ്തു, പടത്തിലിരിക്കുന്നതുമല്ല ക്രിസ്തു. സ്തോത്രം. സ്വർഗരാജ്യം നിന്നിൽ തന്നെയാണ്. യേശുക്രിസ്തു നിന്നിൽ തന്നെയാണ്. ആ നിന്നിൽ വസിക്കുന്ന, നിന്റെ സഹോദരനിൽ വസിക്കുന്ന, നിന്റെ കൂട്ടുവിശ്വാസിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കാണണമെങ്കിൽ നിന്റെ ഹൃദയം പ്യൂറായിരിക്കണം, നിന്റെ ഹൃദയം നിർമ്മലമായിരിക്കണം. നല്ലൊരു ശതമാനം ആൾക്കാരുടെയും ഹൃദയം നിർമ്മലമല്ല. ഭക്തിയുടെ ഭയങ്കരമായ ബാഹ്യവേഷമുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ഡ്രസ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇറ്റ്സ് ആൻ ഓർഡിനറി ഡ്രസ്. യഹൂദന്റെ ഡ്രസ്സായിരുന്നു, സാധാരണക്കാരന്റെ ഡ്രസ്സായിരുന്നു. പക്ഷേ കർത്താവിന്റെ പേരും പറഞ്ഞ് കർത്താവിന്റെ പ്രതിനിധി എന്ന് പറയുന്നവൻ ധരിക്കുന്ന ഡ്രസ്സിന്റെ വില, അപ്രകാരമുള്ള ഡ്രസ്സ് ധരിച്ചെന്ന് കരുതി ക്രിസ്തുവിനെ കാണാൻ കഴിയത്തില്ല, സാധിക്കത്തില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹം, ഐ വാണ്ട് ടു സീ ജീസസ്, എനിക്ക് യേശു ക്രിസ്തുവിനെ കാണണം. അത് മാത്രമാണ് നമ്മുടെ കൊതി, നമ്മുടെ ആഗ്രഹം. വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എന്ന വചനത്തിലൂടെ കുറേ അധികം വചനങ്ങളുണ്ട്. എങ്കിലും സമയപരിധി ഉള്ളതുകൊണ്ട് യാക്കോബിന്റെ ലേഖനം ഒന്നുകൂടെ വായിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തോട് അടുത്തിയല്ലുവൻ. ആരോട് അടുത്തിയില്ല എന്നാ പറഞ്ഞ?
ദൈവത്തോട് അടുത്തിയല്ലുവൻ. ഈ പ്രാകാരങ്ങളിൽ പാർക്കുവാനായിട്ട് ആകർഷിക്കപ്പെട്ട മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തോട് അടുത്തിയല്ലുവൻ. ദൈവം ക്ഷണിക്കുകയാണ്, കമോൺ, കം ടു മീ. ഭാരം വഹിക്കുന്നവർ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവൻ. ദൈവത്തോട് അടുത്തിയല്ലുവൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. കർത്താവ് അടുത്ത് വരണമെങ്കിൽ കർത്താവ് നോക്കുന്നത് ഹൃദയത്തിന്റെ അകത്താ. അതിൻ്റെ അകത്ത് പല യെരുശലേം ദേവാലയത്തിൽ പല കച്ചവടക്കാരുണ്ടായിരുന്നത് പോലെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പല കച്ചവടം നടക്കുന്നുണ്ടല്ലോ. യെരുശലേം ദേവാലയത്തിൽ നിന്ന് കച്ചവടം നടത്തിയവരെ അടിച്ചു പുറത്താക്കാനായിട്ട് അന്ന് കർത്താവ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ കർത്താവ് ഫിസിക്കലായിട്ടില്ല. സ്തോത്രം. ഇന്ന് പള്ളിയുടെ അകത്തൊന്നും കച്ചവടമൊന്നുമില്ല. പക്ഷേ പള്ളിയുടെ അകത്ത് കയറിയിരിക്കുന്നവന്റെ അകത്ത് കച്ചവടം ഭയങ്കരമാണ്. ആ കച്ചവടം, അത്തരത്തിലുള്ള കാര്യങ്ങളെ അടിച്ചു പുറത്താക്കാനായിട്ട് നീ തന്നെ ചാട്ടവർ എടുക്കണം. എന്നാൽ അവിടുന്ന് നിങ്ങളോട് അടുത്ത് വരും. പാവികളെ, കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ നിർമ്മലമായൊരു ഹൃദയം തന്നതിനായി സ്തോത്രം. അതിനെ മലിനപ്പെടുത്താതെ അശുദ്ധമാക്കാതെ അങ്ങേക്ക് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ദൈവമേ, ആ നിർമ്മലമായ അവസ്ഥയ്ക്ക് ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ അടുത്തേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ അടുത്തോട് ചേർന്ന് നടക്കുവാൻ, ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ ഞങ്ങൾക്കും അവിടുത്തോട് ഒട്ടിച്ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുന്നതുമേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നതുമേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവയ്ക്കെല്ലാം തക്ക സമയത്ത് മറുപടി തന്നിരിക്കയാൽ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ദൈവമേ സ്തോത്രം. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കയാൽ നന്ദി. അപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.